ആയുസ്സിനെ നഷ്ടപ്പെടുത്തിയ ആളുകൾ നരകത്തിൽ കിടന്ന് കരയുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 37-ൽ കാണാം. അവിടെ കിടന്ന് തട്ടഹസിച്ച് കരയും. എവിടെ? നരകത്തിൽ കിടന്ന്. അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കണം. ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചതിന് വിപരീതമായി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. കാരണം ഞങ്ങളുടെ ആയുസ്സിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ചീത്ത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം അതെന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കട്ടെ. ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആവശ്യമായ അത്രയും ആയുസ് ഭൂമിയിൽ നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലേ? നിങ്ങൾ ഒരുപാട് വർഷം ജീവിച്ചില്ലേ? ഒരുപാട് പുതിയ പുതിയ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ? നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? ആലോചിക്കാൻ മാത്രമല്ല താക്കീതുകാർ നിങ്ങൾക്ക് വന്നു, പ്രവാചകന്മാർ വന്നു, വേദഗ്രന്ഥങ്ങൾ വന്നു. നിങ്ങളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന അടയാളങ്ങൾ, പുതിയ പുതിയ വർഷങ്ങൾ കടന്നു വരുന്നത്, നിങ്ങളുടെ മുടികൾ നരയ്ക്കുന്നത്, നിങ്ങൾക്ക് വാർദ്ധക്യമുണ്ടാകുന്നത്, ഇതൊക്കെ താക്കീതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ. അക്രമികളായ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ വെറുതെ കളഞ്ഞവൻ അക്രമിയാണ്, വാലിമാണ്.